പലപ്പോഴും നമ്മുടെ ഉള്ളിലെ ശക്തി ഊർജം ചോർന്നു പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ താരതമ്യം ചെയ്യുമ്പോഴാണ്. അവർ ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്ത് അവരുടെ റിസൾട്ട് നേടി, ഇവർ റിസൾട്ട് നേടി, എനിക്കൊന്നും നേടാൻ പറ്റിയിട്ടില്ലല്ലോ. എൻ്റെ കൂട്ടുകാരൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരൊക്കെ നല്ല നിലവാരത്തിൽ ജീവിക്കാൻ തുടങ്ങി, ഞാൻ എവിടെയും എത്തിയിട്ടില്ലല്ലോ. എൻ്റെ കൂട്ടുകാരികളൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആദരവോടെ ജീവിക്കുന്നവരാണ്, എനിക്കൊന്നും നേടാനായിട്ടില്ലല്ലോ, എറ്റ്സെട്ര എറ്റ്സെട്ര. ഒരു 100 കൂട്ടം പരാതികളുടെ ലിസ്റ്റ് നമ്മുടെ മുന്നിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഖ്യമായ കാരണം നമ്മുടെ താരതമ്യം ചെയ്യലാണ്. ഈ ലോകത്ത് നിങ്ങളെപ്പോലെ നിങ്ങൾക്ക് നിങ്ങളെ മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ, ലോകത്ത് വേറെ ആളെ കണ്ടെത്താൻ സാധ്യമല്ല. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാം, മുന്നും പറഞ്ഞിട്ടുണ്ട്, യു ആർ ദ യുണീക്ക് പേഴ്സണാലിറ്റി ഇൻ ദ വേൾഡ്. ഈ ലോകത്ത് നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ, എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ, നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഭഗവാന്റെ രചനയിലെ ഓരോരുത്തരും അത്രയും സ്പെഷ്യാലിറ്റി ഉള്ളവരാണ്. ഒരു ഗുണം പോലും ഇല്ലാത്ത, ഒരു സ്പെഷ്യാലിറ്റി പോലും ഇല്ലാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ രചനയിലില്ല, ഒരു ജീവികളും ഈ ഭൂമിയിലില്ല. എല്ലാ ജീവിക്കും അതിൻ്റെതായിട്ടുള്ള വിശേഷതയുണ്ട്. നമ്മൾ നമ്മുടെ വിശേഷത കണ്ടാൽ, നമ്മുടെ വിശേഷതയെ ഡെവലപ്പ് ചെയ്യാൻ നോക്കിയാൽ, ആ നിധി ഇരിക്കുന്നതായിട്ടുള്ള നിധി കുംഭം നമ്മുടെ കാലിനടിയിൽ തന്നെയാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതിനെ പുറത്തെടുക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സക്സസ്ഫുൾ ആളായിട്ട് മാറും. അതുകൊണ്ട് കമ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും പറയും, ഞാൻ കമ്പയർ ചെയ്യല്ല. എല്ലാവരും എന്നോട് ഇങ്ങനെ പറയുക. ഞാനൊരു കൊച്ചു കഥ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. ഒരിക്കൽ ഒരു പെൺപട്ടിയും ഒരു പിടിയാനയും നല്ല ഫ്രണ്ട്സായി. അങ്ങനെ രണ്ടുപേരും കൂടി പലപ്പോഴും കാട്ടിൽ പലയിടത്തും കാണുമായിരുന്നു. ഒന്നിച്ച് വർത്തമാനം പറയും, ഇരിക്കും, സന്തോഷിക്കുകയൊക്കെ ചെയ്യും. ഒരിക്കൽ രണ്ടുപേരും പ്രഗ്നൻ്റായി. പെൺപട്ടിയും പിടിയാനയും രണ്ടുപേരും ഗർഭവതികളായി. 4 മാസം കഴിഞ്ഞപ്പോൾ പെൺപട്ടി പ്രസവിച്ചു 6 കുഞ്ഞുങ്ങൾ. അത് കഴിഞ്ഞ ശേഷം 6 മാസം കൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും ആ പെൺപട്ടി പ്രസവിച്ചു വേറൊരു 4 മക്കൾ. അങ്ങനെ ഒരു 2 വർഷത്തിനുള്ളിൽ ആ പെൺപട്ടി 4 വട്ടം പ്രസവിച്ചു, 10-20ഓളം കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തു. ആന പ്രസവിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പെൺപട്ടി ആനയുടെ അടുത്ത് വന്ന് ചോദിക്കുക, അല്ല നീ ശരിക്കും പ്രഗ്നൻ്റ് അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആന പറയും, ഒന്ന് വാ, എനിക്ക് നിന്നോട് വർത്താനം പറയാനുണ്ട്. എന്നിട്ട് പറയും, അതെ, എൻ്റെ വയറ്റിൽ ഒരു പട്ടിക്കുട്ടിയല്ല കിടക്കുന്നത്, ഒരു ആനക്കുട്ടിയാണ്. എൻ്റെ കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോൾ ഭൂമി ഫീൽ ചെയ്യും ഒരു ജന്മം ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നുവെന്ന്. എൻ്റെ കുഞ്ഞ് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ 100 കണക്കിന് ആളുകൾ ആദരവോടെ നോക്കി നിൽക്കും, ദാ ആന റോഡ് ക്രോസ് ചെയ്യുന്നു എന്ന് വഴി ഒഴിഞ്ഞു കൊടുക്കും. അതുകൊണ്ട് ഞാൻ ആനക്കുട്ടിക്കാണ് ജന്മം കൊടുക്കുന്നത്, അല്ലാതെ പട്ടിക്കുട്ടിക്കല്ല എന്ന്. നിങ്ങളുടെ ജീവിതത്തിൽ താരതമ്യം ചെയ്തുകൊണ്ട് അവരുടെ അത്രയായി ഇവരുടെ അത്രയായി, അവരെങ്ങനെയായി ഇവരെങ്ങനെയായി, നിങ്ങളങ്ങനെയായോ എന്ന് ചോദിക്കുന്നവരോട് ഉത്തരം പറയുക, ഞാൻ ആനക്കുട്ടിക്കാണ് ജന്മം കൊടുക്കുന്നത്, അല്ലാതെ പെൺപട്ടിക്കല്ല എന്ന്. നമ്മുടെ കപ്പാസിറ്റി നമുക്കേ അറിയൂ. ഒരു പക്ഷേ ഒരു രാജകുമാരൻ ജനിക്കണമെങ്കിൽ അതുപോലുള്ളതായിട്ടുള്ള കഠിനാധ്വാനം ചെയ്താലാണ് ഒരു രാജകുമാരനെ രാജകുമാരനാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ഒരാളെ കൂടുതൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതുപോലെ മൂർച്ച കൂട്ടുമ്പോഴേ വാളിന് മൂർച്ച കൂടാറുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന കർമ്മം എത്ര സമയമെടുക്കേണ്ടി വന്നാലും അതിൽ പൂർണ്ണമായിരിക്കുന്ന ശ്രദ്ധയോടെ കമ്മിറ്റ്മെൻറ്റോടുകൂടി നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ കുറച്ച് കാത്തിരിക്കേണ്ടി വന്നേക്കാം. നമ്മളെപ്പോഴും പറയാറില്ലേ, കാത്തിരിക്കും തോറും പഴത്തിൻ്റെ മാധുര്യം കൂടുകയാണ് ചെയ്യുക. അതുകൊണ്ട് ആ മാധുര്യത്തോടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തെ ആഘോഷിക്കാം. നിരാശപ്പെടരുത്, ആരുമായിട്ടും താരതമ്യം ചെയ്യരുത്, കഠിനാധ്വാനം ചെയ്യണം. പക്ഷേ കഠിനാധ്വാനം എന്ന് ഞാൻ മീൻ ചെയ്യുമ്പോൾ ഫിസിക്കൽ മാത്രമല്ല, മനസ്സിനെ എനർജറ്റിക് ആക്കി വെച്ചുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള ഊർജ്ജസ്വലതയോടുകൂടി നിരന്തരമായി കർമ്മം ചെയ്യൂ. തീർച്ചയായിട്ടും വിജയം നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത് എത്തേണ്ട ഒരു സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ആരുമായിട്ടും കമ്പയർ ചെയ്യരുത്, നിരാശപ്പെടരുത്. എപ്പോഴും മുന്നോട്ട് മാത്രം പോയിക്കൊണ്ടിരിക്കൂ. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും, കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമന്റ് ബോക്സിൽ എഴുതിയാലും.
ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.